ഇതിപ്പോ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കുന്ന പരിപാടിയായിപ്പോല്ലേ ഷെറിനെ? അല്ല, നിങ്ങളോടാരാ അത്തറിന്റെ നാട്ടിലേക്ക് അത്തറ് കയറ്റി അയക്കാൻ പറഞ്ഞു? എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തതാ. ഓളിവിടെ പണ്ട് വന്നപ്പോൾ വാങ്ങിയതാ. ഇതേ സ്മെല്ല് വേറെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കിട്ടിയപ്പോൾ കുറച്ച് കൂടുതലങ്ങ് അയച്ചു. പ്രശ്നമാവോ അജീഷേ? അഭിലാഷ് ഒന്ന് പുറത്തേക്ക് വന്നു. അജേഷേ, എടാ പ്രശ്നമാവൂ? പ്രശ്നമാവും. എടാ നമ്മുടെ കടയിൽ നിന്നല്ലേ ഇത് വാങ്ങിച്ചതും അയച്ചതും ഒക്കെ. ഞാൻ ഈശ്വരനും കൂടി കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും. കുറച്ച് നടക്കേണ്ടി വരും അല്ലേ? നടക്കേണ്ടി വരുമോ? എവിടെ സംഗതി കയറ്റുമതി പാടില്ലാത്ത അത്ര ആണെങ്കിലും ഇത് കക്ഷിന്റെ വക്കീൽ ചെന്ന് കസ്റ്റംസ് ഓഫീസിൽ പോയി കാരണം ബോധിപ്പിച്ച് ഫൈൻ അടച്ചാൽ തീരാവുന്ന ചെറിയൊരു കേസേ ഉള്ളൂ. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ? ഞാൻ ഈ കസ്റ്റംസ് സ്മഗ്ലിംഗ് കേസ് എന്നൊക്കെ കേട്ടപ്പോ പേടിച്ചു പോയി. അങ്ങനെ സമാധാനിക്കാൻ പറ്റ മോനെ. ഈ കേസ് അങ്ങനെ വെറുതെ വിടാൻ ഈ അജയശലപ്പാട്ട് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? എടാ, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ. എന്ന് വെച്ചാ എടാ, മനസ്സിൽ ഒളിപ്പിച്ച ഇഷ്ടം തുറന്നു പറയാൻ നിനക്കും മനസ്സ് വിങ്ങിയ കുറ്റബോധം മാറ്റാൻ എനിക്കും കിട്ടിയൊരു അവസരം അത്. ഇത് രണ്ടിനും വേണ്ട സമയമാണ്. അതിന് ഞാനൊരു കളി കളിക്കാൻ പോവാം. ഈ എന്ത് കളിയായി കളിക്കാൻ പോണേ? ഈ ഒന്ന് ചോദിക്കേണ്ട പറണ്ട മിണ്ടാണ്ട കൂടുന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. കമോൺ. വാടോ. ഈ കേസിന്റെ ഗൗരവം എന്താണെന്ന് ഷെറിന് അറിയോ? ഈ ഇന്ത്യ മഹാരാജ്യം, അതായത് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, പ്രൊഹിബിറ്റഡ് ദ എക്സ്പോർട്ട് ഓഫ് അഗർവുഡ് ആൻഡ് സാൻഡൽവുഡ് എന്ന് വെച്ചാൽ അത്തറ്, ചന്ദനത്തൈലം, ഇതിൻ്റെയൊക്കെ കയറ്റുമതി പണ്ടേ നിരോധിച്ചാണ്. ഇത് IPC അല്ല, കസ്റ്റംസ് ആക്ട് ആണ്. അത്തറ് അഗർവുഡ് ആയതുകൊണ്ട് വൈൽഡ് ലൈഫ് ആക്ടും വരും. ആ അത്തറാണ് നിങ്ങൾ ഒരു അനുമതി ഇല്ലാതെ കയറ്റി വയ്ക്കാൻ ശ്രമിച്ചത്. അത് 1, 2 അല്ല, 10 എണ്ണം. അത് വെറൊരു അറ്റംപ്റ്റ് അല്ല, സ്മഗ്ലിംഗ് അറ്റംപ്റ്റ് ആണ്. ഇപ്പോഴത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരോ വെച്ച് നോക്കിയാൽ പ്രതിയുടെ പേരും മലപ്പുറം പോലൊരു നാടും വെച്ച് ആരോപിക്കേണ്ടവർക്ക് തീവ്രവാദ ബന്ധം വരെ ആരോപിക്കാവുന്നൊരു കേസാണിത്. ഒരു നിരപരാധിയായ ചെറുപ്പക്കാരനെയും ഒരു നാടിനും കൂടിയാണ് നിങ്ങൾ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. ഇതിന്റെ വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് അറിയോ ഷെറിനാൻക്ക്? ഇന്ത്യൻ കസ്റ്റംസ് ആക്ട് 1962 സെക്ഷൻ 111, 112 ക്ലോസ് എ, സെക്ഷൻ 114 ക്ലോസ് ഐ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 4. ഇത് നമ്മൾ വിചാരിച്ച പോലെയല്ല ഷെറിന്റെ കാര്യം, സീരിയസ് ആണ്. ആലോചിച്ചിട്ട് അങ്ങനെ പേരിക്കണേ. ഇവന് ചെറിയൊരു പ്രശ്നം ചെറുപ്പത്തില്, ഇനിയിപ്പോൾ അതാണൊന്നും അറിയില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം അപ്പം ബോധം പോകും. ആള് കണ്ണുറന്നുണ്ട് കേട്ടോ. അജേഷേ. ഓ അഭിലാഷ് ഒന്ന് പുറത്തേക്ക് വന്നേ. സോറി, ഇയാളെ കിടക്ക്. ഷെറിനൊന്ന് പുറത്തേക്കോ. കൊച്ചു കള്ള, ഈ ഒടുക്കത്തെ അഭിനയാണല്ലോ. അയ്യോ, അഭിനയല്ലായിരുന്നു, ഞാൻ ശരിക്കും ബോധം കെട്ടതാ. എന്തിരി? നിന്റെ ടെൻഷൻ ബിൽഡപ്പ് കേട്ട് ഓളെങ്ങാനും ബോധം കെട്ടാലോന്ന് ഓർത്ത് ഞാൻ ടെൻഷനായപ്പോ. എന്റെ അഭിലാഷേ, അന്നെ കാട്ടി ധൈര്യണ്ടടാ ഓക്ക്. അതെന്തായാലും നന്നായല്ലേ. ഒരു ബിലീവിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പേരും പറഞ്ഞ് കുറച്ച് നടക്കാനുള്ള കാരണം ഞാൻ ഉണ്ടാക്കി തരാം. അതിൽ കയറി പിടിച്ചോളണം. അഭിലാഷേ, ഇതെനിക്ക് ദൈവം അത്തന്റെ രൂപത്തിൽ നിന്നൊരു ചാൻസാ.
അപ്പോൾ ദ ബെസ്റ്റ്. ഓ സോറി സോറി, ഞാനേ ഓളൊന്നും കൂടി പേടിപ്പിച്ചിട്ട് ഇപ്പം വരാം. ഓക്കെ? ശരിനെ, വേറെ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്ക്. പണ്ടേ ഒരു മനക്കെട്ടില്ലാത്തവനാണല്ലോ, അനക്കറിയാലോ. ആ പിന്നെ തൽക്കാലം ഈ കേസിന്റെ കാര്യം നമ്മൾ 3 പേര് മാത്രം അറിഞ്ഞാൽ മതി. തീവ്രവാദം ബന്ധവരുള്ള കേസൊക്കെ ആണല്ലോ. ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി. ഒന്ന് കോടതി പോകേണ്ട ആവശ്യമുണ്ട്. ശരിയാ? നാളെ പോയി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അജേഷ് പറഞ്ഞിട്ടുണ്ട്. ഞാനും വരാം. ഞാൻ കാരണം പിന്നെയും ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ, സംഭവിച്ചു പോണല്ലേ. ശരിക്കും ഈ സമയം മോശമെന്നൊക്കെ പറയുന്നത് ശരിയാട്ടോ. എന്നെക്കൊണ്ട് കുറച്ചായിട്ട് കൂടെയുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇതിനതേ ടേസ്റ്റ് ആട്ടോ. ഇക്ക, ഒരവൽ മിൽക്ക് പാഴ്സൽ. മോൾക്ക, അവളിതൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്താണ് അഭിലാഷേ? അതേടാ വാവുക, VH ലെവൽ മിൽക്കിന് ഇത്രയും കയ്പ് വന്നു. എന്റെ അഭിലാഷേ, ഈ ഇത്ര കുറ്റബോധപ്പാടില്ലേ? അല്ല വാവക്ക, പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ നീട്ടിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതൊന്നും പോരാത്തതിന് മോളെ കയ്യിലെടുക്കണമെന്ന് അജേഷ് പറയണേ. ശരി, എൻ്റെ ആൾ അജേഷ് കൊള്ളാലോ. എന്ത് കൊള്ളാന്ന് വാവക്ക പറയണേ? അതൊക്കെ ചീപ്പ് പരിപാടിയല്ലേ ചങ്ങയ്യേ. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. പിന്നെ ഓൻ പറഞ്ഞതിന് കുറച്ച് കാര്യമുണ്ട്. അഭിലാഷേ, വാത്സ്യായൻ്റെ കാമശാസ്ത്രത്തിൽ പറഞ്ഞത് എന്താണ്? എനിക്ക് വിവാഹിതയായ സ്ത്രീയെ വശീകരിക്കാൻ അവളുടെ കുട്ടിയെ കയ്യിലെടുക്കണം. അപ്പം അതത്ര മോശപ്പെട്ട ഐഡിയ ഒന്നുമല്ല. ഇത് ശരിക്കിരുന്നു ഒന്ന് ആലോചിക്ക്. ഇത് കുറച്ച് പണിയുണ്ട്.